ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ബെറിക് സിറ്റിയിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ്. ഈ ബെറിക് സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ബെറിക് സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ യാത്രയുടെ ഉദ്ദേശം. പരമാവധി കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ലൈനിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റാണ്. ധാരാളം റെസിഡൻഷ്യൽ ഹൗസസ് ഉള്ള ഒരു സ്ട്രീറ്റാണ് ലൈൻ. അധികം വാഹനങ്ങളോ തിരക്കുകളോ ഇല്ലാത്ത റോഡുകളാണ് ഈ ലൈൻ. എന്നാൽ ധാരാളം റെസിഡൻഷ്യൽ ഹൗസസ് ഇവിടെയുണ്ട് തന്നെ. അങ്ങനെയുള്ളൊരു സ്ട്രീറ്റ് കൂടിയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പുതിയ അപ്പാർട്ട്മെൻറ്റ്സ് പണിയുന്നതാണ്. സിംഗിൾ സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണ് അവിടെ കൂടുതലും കാണുന്നത്. അതോടൊപ്പം തന്നെ 2 സ്റ്റോറിയുടെ ബിൽഡിങ്ങുകളും കാണാൻ സാധിക്കും. വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റിയുടെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു നെറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇത് ചിലപ്പം ഫിഷ് ഫാമിംഗ് ആയിരിക്കാം, എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഫിഷ് ഫാമിംഗ് ആണെന്ന് തോന്നുന്നു. ഫിഷിനെ വളർത്താനുള്ള ഫാമായിരിക്കാം. ഇവിടെ എല്ലാം നെറ്റുകൾ ധാരാളമായി സ്ഥാപിച്ചിട്ടുണ്ട്. ആകാശം നല്ല തെളിഞ്ഞതാണ്. ഇപ്പോൾ സമയം മധ്യാഹ്നം കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ്സുകളാണ്. 2 നില അപ്പാർട്ട്മെൻറ്റ്സുകളാണ് കാണുന്നത്. ഈ റോഡിൻ്റെ 2 വശത്തും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുട്പാത്ത് വഴിയാണ് നടക്കുന്നത്. ഈ ഫുട്പാത്തിൻ്റെ ഇരുവശങ്ങളിലും ചെടികളുണ്ട്. ഓസ്ട്രേലിയയിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു പ്രാഥമിക കർത്തവ്യമായിട്ടാണ് അവർ കരുതുന്നത്. ധാരാളം വൃക്ഷങ്ങളിവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇതൊരു റൗണ്ടാനയാണ്, ചെറിയ റൗണ്ടാനയാണ്. ഈ റോഡ് ബെൽസ് എന്ന് പറഞ്ഞൊരു പ്രധാന റോഡുണ്ട്. ബെൽസ് റോഡിലേക്കാണ് ചെന്ന് ചേരുന്നത്. ചെറിയ റോഡാണ്, വാഹനങ്ങൾ വലപ്പോഴൊക്കെ ഉള്ളൂ. പക്ഷെ അടുത്ത് പ്രധാനപ്പെട്ട ബെൽസ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ബെൽസ് റോഡ് മെൽബൺ സിറ്റിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പ്രധാന റോഡാണ്. ബെൽസ് റോഡ് M1 എന്ന സ്റ്റേറ്റ് ഹൈവേക്ക് തുല്യമായ ഒരു ഹൈവേയിലേക്കാണ് ചെന്ന് ചേരുക. അവിടെ നിന്നാണ് മെൽബൺ സിറ്റിയിലേക്ക് വാഹനങ്ങളൊക്കെ പോവുക.
ഇവിടെയെല്ലാം ധാരാളം ബിൽഡിങ്സ് ഉണ്ട്. എല്ലാ വീടുകളുടെയും മേൽക്കൂരയിൽ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇവിടെ സോളാർ പാനൽ വയ്ക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണെന്ന് പറയാം. വൈദ്യുതി ചാർജ് ലാഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും അവരവരുടെ വീടിൻ്റെ മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കാറുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ ഈ റോഡിൽ കൂടി സൈക്കിളിൽ യാത്ര ചെയ്യും. സൈക്കിളുകാർക്ക് വേണ്ടി പ്രത്യേക പാത്തുകൾ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് അതുകൊണ്ട് യാതൊരു അപകടവും കൂടാതെ തന്നെ സൈക്കിൾ പാത്തിൽ കൂടെ സൈക്കിൾ ഓടിച്ചു പോകാൻ സാധിക്കും. സൈക്കിൾ പാത്തിൽ വേറെ വാഹനങ്ങളൊന്നും വരാറില്ല. സൈക്കിളുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാസേജാണ്. ഇവിടെയെല്ലാം ധാരാളമായിട്ട് വീടുകളുണ്ട്. വീടുകളുടെ എല്ലാം മുമ്പിൽ ചെറിയ ചെറിയ ഗാർഡനുകൾ കാണാം. വളരെ ഭംഗിയേറിയ ഗാർഡനുകളാണ് മിക്ക വീടിൻ്റെയും മുൻപിലുള്ളത്. ചെറുതും വലുതുമായ ധാരാളം വീടുകളുണ്ട്. സാധാരണക്കാരുടെ വീടുകൾ ചെറുതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരുടെ വീട് അല്പം വലുതായിരിക്കും. ഇത് ഒരു കമ്മ്യൂണിറ്റി സെൻ്ററാണ്. മന്നാഗം ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സെൻ്റർ എന്നാണ് ഇതിൻ്റെ പേര്. കുട്ടികൾക്കൊക്കെ പ്രതിരോധ കുത്തിവെപ്പെടുക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലുണ്ട്. നമ്മുടെ ഇന്ത്യ കാണുന്ന എല്ലാതരം വാഹനങ്ങളും ഇവിടെയുണ്ട്. ഇന്ത്യയെ കാണാത്ത തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ടെസ്ല പോലെയുള്ള കാറുകൾ ഇവിടെ സുലഭമായിട്ട് കാണാറുണ്ട്. ഇന്ത്യയിൽ ഇതുവരെയും ടെസ്ല വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളുടെയും വാഹനങ്ങൾ ഇവിടെ കാണാം. ഇത് ഒരു പ്രൈമറി സ്കൂളാണ്. ഗ്രേലിംഗ് പ്രൈമറി സ്കൂൾ. ഈ പ്രൈമറി സ്കൂളിൻ്റെ പേര് ഗ്രേലിംഗ് എന്നാണ്. ഗ്രേലിംഗിൻ്റെ തന്നെ ഒരു വലിയ ബിൽഡിംഗാണ് കാണുന്നത്. നോ ടേക്കിംഗ് പ്രിപ്പറേറ്ററി എൻറോൾമെൻറ്റ്സ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനുള്ള ആരംഭമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ഗാർഡനുണ്ട്. വലിയ ഗാർഡനാണ്. ഒരുപാട് സ്ഥലവും മറ്റുമുള്ള ഒരു ഗാർഡനാണ്. കുട്ടികൾക്കുള്ള ധാരാളം കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഒക്കെ അവിടെ കാണാം.
ഇപ്പോൾ വെയിൽ ഒരു ശക്തമായിട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ അവസാനിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പം വിൻ്റർ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ അവസാനം വരെയാണ്. ഇതിപ്പോൾ സെപ്റ്റംബർ ഏതാണ്ട് അവസാനിക്കാറായി. അടുത്ത ഒക്ടോബർ തൊട്ട് ഇവിടെ വെയിലിൻ്റെ കാഠിന്യം കൂടുമെന്ന് വേണം കരുതാൻ. ഇതുവരെ ഭയങ്കര തണുപ്പായിരുന്നു, മൈനസ് വരെ തണുപ്പെത്തിയിരുന്നു. ഇവിടെയെല്ലാം യാത്രാ സൗകര്യങ്ങൾ നല്ല മെച്ചപ്പെട്ട റോഡുകളാണുള്ളത്. അതുപോലെ തന്നെ വളരെ നിരപ്പായ ഭൂമിയാണ്. റോഡുകൾക്കൊക്കെ നല്ല വിശാലമായ വീതിയുണ്ട്. അതുപോലെ തന്നെ എല്ലാ റോഡിലും ഫുട്പാത്തുണ്ട്. ഞാനിപ്പോൾ അതിലൂടെ ഒരു ഫുട്പാത്ത് വഴിയാണ് ഇപ്പോൾ നടക്കുന്നത്. ടൊയോട്ടയുടെ വണ്ടികളാണ് ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. ഇതെല്ലാം ടൊയോട്ടയുടെ വണ്ടികളാണ്. ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ യാത്രക്കാരെ ഒന്നും കാണാനില്ല. വ്യായാമത്തിനും മറ്റും വരുന്നവരെ മാത്രമേ റോഡുകൂടെ കാണാറുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ അവരവരുടെ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് നമുക്ക് സ്ട്രീറ്റിലൂടെ പെഡസ്ട്രിയലിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു ചെറിയൊരു ട്രാഫിക് ഐലൻഡാണ്. ഒരു റൗണ്ടാനയുണ്ട് ഇവിടെ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പ്രവേശനമില്ലെന്നുള്ളതാണ്. ചൈൽഡ് സേഫ് ഏരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം വല്ല പ്ലേ സ്കൂളൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തോ അങ്ങനെയൊരു സ്ഥാപനമാണ്. ബാസ്ക്കറ്റ് ബോൾ കോർട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു സ്കൂളാണെന്ന് തോന്നുന്നു. ബെൻസിൻ്റെ ഒരു പഴയ വാഹനം കിടക്കുന്നുണ്ട്. പഴയൊരു കാറാണ്, ബെൻസിൻ്റെയാണ്. അതിന് ടോപ്പില്ല, ഓപ്പൺ കാറാണ്. പക്ഷേ പുതിയ പോലെ ഇരിക്കുന്നു. നല്ല മിനുക്കി തിളക്കി വെച്ചേക്കുന്ന ഒരു കാറാണ്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയും മനോഹരമായ വൃക്ഷങ്ങളും അതുപോലെ തന്നെ പൂക്കളും ചെടികളുമൊക്കെ കാണാം. ഇവിടുത്തെ കാക്ക പോലും വളരെ വർണ്ണാഭമാണ്. ഇതുകൊണ്ട് ഒരു കാക്ക പോകുന്നു. ഇത് മറ്റൊരു തരത്തിലുള്ള പക്ഷിയാണ്. നമ്മുടെ പ്രദേശത്ത് കാണുന്ന പക്ഷി തന്നെയാണ്. തലയിലൊരു പൂവൊക്കെ ഉണ്ട്. ഇതൊരു കിൻഡർ ഗാർട്ടനാണ്. വിക്ടോറിയൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഒരു കിൻഡർ ഗാർട്ടനാണ് ഈ കാണുന്നത്.
ഇതൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇവിടം കൊണ്ട് ഈ റോഡ് അവസാനിക്കുകയാണ്. ഇവിടം വരെയേ ഉള്ളൂ ഈ റോഡ്. ഇവിടെയെല്ലാം വളരെ മനോഹരമായ വൃക്ഷങ്ങൾ കാണാം. അത് ഒരു എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ റെസിഡൻഷ്യൽ ഹൗസസ് പണിയാനുള്ളൊരു പ്ലോട്ടാണ്. ഓക്ക് ഗ്രോവ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്ക് ഗ്രോവ്. ദിസ് ഈസ് ദാറ്റ് പ്ലേസ് ടു ഡിസ്കവർ ആൻഡ് കോൾ ഹോം, എ ന്യൂ നെയ്ബർഹുഡ് കമ്മിങ് സൂൺ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് ഇവിടം വരെയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ്. അതൊരു സ്കൂളാണ്. അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നോ എൻട്രി എന്ന ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബെറിക് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്. ഇന്ന് ശനിയാഴ്ച ഇവിടെ പൊതു അവധിയാണ്. ഓസ്ട്രേലിയയിൽ 5 ദിവസം മാത്രമാണ് വർക്കിംഗ് ഡേ. ശനി ഞായർ ദിവസങ്ങൾ അവധിയാണ്. അതുകൊണ്ട് ഇന്ന് സ്ഥാപനങ്ങളെല്ലാം ക്ലോസ് ചെയ്തേക്കുവാണ്. സ്കൂളോ മറ്റോ ഓഫീസുകളോ ഇന്ന് പ്രവർത്തിക്കത്തില്ല. എല്ലാവരും വീക്കെൻഡ്സിൽ അവധി ആഘോഷിക്കാനായിട്ട് യാത്രയുള്ള തിരക്കിലായിരിക്കും. എല്ലാവരും വീക്കെൻഡ്സിൽ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ യാത്രയിലായിരിക്കും. പിക്നിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയോ ട്രക്കിങ്ങിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. അവിടെ ഒരു പുതിയ ബിൽഡിങ്, സ്കൂൾ ബിൽഡിങ് പണിയുന്നുണ്ട്. നിരനിരയായിട്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങളാണ്. ഒരു പക്ഷി പറന്നു പോകുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു പക്ഷിയാണ്. റൗണ്ടാന ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലെയും അതിലുള്ള ഫെൻസ് ചെയ്തിരിക്കും. മിക്കവാറും ഫെൻസിങ് തടി കൊണ്ടാണ് ചെയ്തത്. ഇവിടെ സുലഭമായിട്ട് തടി കിട്ടുന്നതുകൊണ്ട് തടി കൊണ്ടാണ്
ഫെൻസിങ് തീർക്കുക. അതുപോലെ തന്നെ മെറ്റൽ കൊണ്ടുള്ള ഫെൻസിങ്ങും ഉണ്ട്. പല റോഡുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇൻ്റർലിങ്ക് റോഡുകൾ ധാരാളമായിട്ട് ഇവിടെ കാണാം. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു വാഴ കണ്ടു, പ്രത്യേക തരത്തിലുള്ള വാഴയാണ്. വാഴ എന്ന് പറഞ്ഞാൽ ഇല വാഴയുടെ പോലെയാണ്, പക്ഷെ വാഴയല്ല. എന്ത് ചെടിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാർക്കിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഏറിയ ഇഷ്ടം പോലെ ഉണ്ട്. അവർ കളിക്കാനുള്ള പല ഉപകരണങ്ങളും ഇവിടെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. പാർക്കിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയൊരു വീലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണമുണ്ട്. അതിൽ കുട്ടികൾ സ്കേറ്റ് ചെയ്ത് പോകുന്നത് കാണാം. ഒരു പാർക്ക്, വളരെ മനോഹരമായൊരു പാർക്കാണ്. മനോഹരമായ ചെടികളൊക്കെ ധാരാളം കാണാം. ഇവിടെ ജാക്ക് വുഡ് സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ പേര് ജാക്ക് വുഡ് DR എന്നാണ്. മനോഹരമായ ചെടികൾ. ചെറിയ ചെറിയ വീടുകളാണ്. ഒരു സിറ്റിയുടെ ഭാഗമാണ്. ഒരു
ഒരു ഏൻഷ്യൻ്റ് സിറ്റിയാണ്. വിശാലമായ റോഡുകളുണ്ട്, വിശാലമായ ഫുട്പാത്തുണ്ട്, ധാരാളം വീടുകളുണ്ട്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന വീടിന് മുമ്പിലല്ല, വീടിന് മുമ്പുള്ള സ്ട്രീറ്റാണ്. ഇങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ വീടുകൾക്ക് ഗാരേജുണ്ട്. ഗാരേജിൽ വണ്ടികൾ സൂക്ഷിക്കാം. അതെല്ലാം ഓട്ടോ സംവിധാനമുള്ളതാണ്. നമ്മൾ കാറിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് ഗാരേജ് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ റിമോട്ട് കീ പ്രസ് ചെയ്താൽ ഗാരേജിൻ്റെ ഷട്ടർ അടയ്ക്കാനും, അതുപോലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാറിലിരുന്ന് തന്നെ നമുക്ക് ഈ ഗാരേജ് തുറക്കാനും സാധിക്കും. റിമോട്ട് കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഗാരേജിൻ്റെ ഷട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. നമ്മളെ വാഹനം ഈ ഗാരേജിലിട്ടിട്ട് വീണ്ടും പ്രസ് ചെയ്ത് വീണ്ടും ഷട്ടർ അടയ്ക്കും. അങ്ങനെ നമുക്ക് കാറിനകത്തിരുന്ന് തന്നെ അതിൻ്റെ ഷട്ടർ അടയ്ക്കാം. മിക്കവാറും വീടുകളിൽ ഗാരേജിൽ നിന്ന് വീടിനുള്ളിലേക്ക് കയറാനുള്ള വാതിലുണ്ട്, ഡോറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാറ് ഗാരേജിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീടിനുള്ളിലേക്ക് കയറി പോവാം. അതുവരെ തിരിച്ചെവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനുള്ളിൽ നിന്ന് ഗാരേജിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള ഡോറുണ്ട്. കാറ് സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ റിമോട്ട് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഡോറ് ഓപ്പൺ ആവും, ഷട്ടർ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ശക്തമായ വെയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ ഓസോൺ പാളിക്ക് ചെറിയ വിള്ളലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അൾട്രാ വയലറ്റ് രശ്മികൾ കണ്ണിലടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂളിംഗ് ഗ്ലാസ് ധരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഈ സമയങ്ങളിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് നടക്കുക. നമ്മുടെ ഒരു ഗമയുടെ ഭാഗമായിട്ടല്ല ഇത് വയ്ക്കുന്നത്. ഇത് നമുക്കിവിടെ ഒരു ആവശ്യമാണ്. ഈ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നതിന് ഒരു പരിധിവരെ ഈ കൂളിംഗ് ഗ്ലാസ്സുകൾ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് നമ്മൾ സഞ്ചരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ധരിക്കാറുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെയാണ് ഈ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരിക്കുന്നത്. പിന്നെ മുഖത്തെ വൈകൃതമൊക്കെ മാറാനും ഈ കൂളിംഗ് ഗ്ലാസ് അല്പമൊക്കെ സഹായിക്കുമെന്നുള്ളത് ഒരു വസ്തു തന്നെയാണ്. ഇതൊരു തപാൽ പെട്ടിയാണ്. നമ്മുടെ ഇവിടെ ഇന്ത്യയിലൊക്കെ കാണുന്നവരുടെ ഒരു തപാൽ പെട്ടിയാണ് ഓസ്ട്രേലിയ പോസ്റ്റ്. ഇവിടെ കൊണ്ട് നമുക്ക് അയക്കാനുള്ള ലെറ്ററുകളും കവറുകളൊക്കെ പോസ്റ്റ് ചെയ്യാം. അത് കളക്ട് ചെയ്ത് ഓസ്ട്രേലിയയിലെ പോസ്റ്റ് ഓഫീസ് വഴി എത്തേണ്ടടുത്തവർ എത്തിക്കും. ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം എനിക്ക് അഭിമുഖമായിട്ടാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നുണ്ട്. എനിക്കിപ്പം വളരെ ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ സൂര്യരശ്മി നേരിട്ട് കണ്ണിൽ പതിക്കുമായിരുന്നു. അതൊഴിവാകാൻ കൂളിംഗ് ഗ്ലാസ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാണ് ബെൽസ് റോഡ് ജംഗ്ഷൻ. ഞാൻ ആ ബെൽസ് റോഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ട്
ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്യണം. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഈ റോഡ് ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ക്രോസ് ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്യാം. ഇവിടെ സിഗ്നൽ ലൈറ്റുകളൊന്നുമില്ല, പക്ഷേ ജംഗ്ഷനിൽ ചെന്നാൽ സിഗ്നൽ ലൈറ്റ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അന്തരീക്ഷത്തിൽ നോക്കഴിഞ്ഞാൽ എപ്പോഴും പ്ലെയിനുകൾ തലങ്ങും വിലങ്ങും പോകുന്നതായിട്ട് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെൽബൺ എയർപോർട്ട് വളരെ അടുത്താണ്. ഏതാണ്ട് 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ മെൽബൺ എയർപോർട്ടിലേക്കുള്ളൂ. അവിടെ മിക്കവാറും അന്തരീക്ഷത്തിൽ ഇതിലെ എയ്റോപ്ലെയിനുകൾ തലങ്ങും വിലങ്ങും പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സുകളാണ്, വീടുകളാണ്, റെസിഡൻഷ്യൽ ഹൗസസുകളാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്ട്രീറ്റിലൊന്നും അധികം ആൾക്കാരെയൊന്നും കാണാനില്ല. വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. വളരെ കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച്. ഒരു പ്ലെയിൻ പോകുന്നുണ്ട്, കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ജംഗ്ഷൻ ഒരു പ്രധാന ജംഗ്ഷനാണ്. ബെൽസ് റോഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ബെൽസ് റോഡ്. ബെൽസ് റോഡ് വഴി ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. എല്ലാം ഓട്ടോമേറ്റഡ് സിഗ്നൽ സംവിധാനങ്ങളാണ് ഇവിടെ. പെഡസ്ട്രിയൻസിനും വാഹനങ്ങൾക്കും പ്രത്യേക സിഗ്നലുകളുണ്ട്. ഇതൊരു വലിയൊരു ജംഗ്ഷനാണ്. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്രോസ് ചെയ്യാം, പക്ഷേ സിഗ്നലിലെല്ലാം ശ്രദ്ധിച്ച് വേണം ക്രോസ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഫുട്പാത്ത് വഴി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതെല്ലാം കാട്ടുപൂക്കളാണെന്ന് തോന്നുന്നു, പക്ഷെ മനോഹരമായ പൂക്കളാണ്. ഇവിടുത്തെ കാട്ടുപൂവിന് ഒരു സൗന്ദര്യമുണ്ട്. ഈ റോഡാണ് ബെൽസ് റോഡെന്ന് ഞാൻ പറഞ്ഞു. ഈ ബെൽസ് റോഡിൽ നിന്ന് ഓഷി റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ഓഷി റോഡ് അതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആ ഓഷി റോഡിലേക്കാണ് ചെന്നുചേരുക. ആ ഓഷി റോഡാണ് പിന്നെ എമ്മൺ, അതായത് മെൽബൺ ഹൈവേയിലേക്ക് ചെന്നുചേരുന്നത്. ഇപ്പോൾ ബിസി ആയിട്ടുള്ള ഒരു റോഡാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വർക്കെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്കാണ്. അതായത് വീടുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ പണിയുന്നുണ്ട്. കൂടുതൽ വർക്കേഴ്സ് എൻഗേജ് ചെയ്യുന്നത് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ശമ്പളമുണ്ട്. അത്ര വലിയ സ്കിൽഡ് ജോബല്ല, എന്നാൽ സെമി സ്കിൽഡ് ജോബാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാമാന്യം നല്ല ശമ്പളമുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആൾക്കാർ വളരെ കുറച്ച് പോകാറുള്ളൂ. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ, അതായത് ഒരു +2 ലെവലിൽ കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ട് ജോലി പ്രവേശിക്കുക ചെയ്യുക. നമ്മുടെ ആണെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി, ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റർ ഡിഗ്രി എടുത്തു, മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് PhD എടുത്തു. അങ്ങനെ പഠിച്ച് നമ്മൾ
മധ്യവയസ്കരാകുന്ന വരെ നമ്മുടെ പഠിത്തം തുടരും. പക്ഷെ ഇവിടെയുള്ളൊരു ചെറുപ്പത്തിൽ തന്നെ പഠനമൊക്കെ പൂർത്തീകരിച്ചവർ ജോലിയിൽ പ്രവേശിക്കും. അവർക്ക് നല്ല ഇൻകം കിട്ടുകയും ചെയ്യും. അവർ സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റും ഒക്കെ ലോൺ എടുത്ത് വാങ്ങുകയും സ്വന്തമായിട്ട് ജീവിതം ആരംഭിക്കുകയും ചെയ്യും. പേരൻസിനെയൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അവരുടെ ജീവിതം അവർ കൊണ്ടുപോകുന്നു. നമുക്കും പ്രാവർത്തികമാക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പഠനത്തോടൊപ്പം ജോലി, അപ്പോൾ നല്ല ഇൻകം കിട്ടുകയും ചെയ്യും. അപ്പോൾ പഠിക്കാൻ ഉള്ള ചിലവ് പിന്നെ ഇവിടത്തെക്കാർക്ക് വളരെ കുറവാണ്. ഓസ്ട്രേലിയ ഗവൺമെൻറ് ഇവിടുത്തുകാർക്ക് ഫീസോ ഇളവിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോലെ വെളിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് വളരെ കൂടുതലാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് വാങ്ങിക്കുന്ന ഫീസ് വളരെ കൂടുതലാണ്. പല യൂണിവേഴ്സിറ്റിയുടെ നിലനിൽപ്പ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇതെല്ലാം റെസിഡൻഷ്യൽ ഹൗസസാണ്. ഇതെല്ലാം ഓരോ സ്ട്രീറ്റുകളാണ്. നമ്മുടെ ഇവിടുത്തെ പോക്കറ്റ് റോഡ് എന്ന് പറയുന്ന പോലെയാണ് സ്ട്രീറ്റ് അല്ലെ ലൈൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തേക്കുന്ന വീടിന് വെളിയിലാണ്, റോഡിലാണ്. ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യുന്നതിന് നിരോധനമൊന്നുമില്ല. ഹൈവേകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫ്രീ വേയിൽ മാത്രമേ പാർക്കിങ്ങിന് നിയന്ത്രണമുള്ളൂ. അല്ലാത്തടത്ത് പാർക്കിങ്ങിന് അങ്ങനെ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇത് ബെൽസ് റോഡിൽ കൂടെ വന്നപ്പോൾ ഉള്ള മറ്റൊരു സിഗ്നലിലെത്തിയിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾ വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ്. ഇതൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. വഴി സൈഡിലൊക്കെ ഗാർഡൻ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഗാർഡനുകളാണ്. ലാവൻഡർ എന്ന ചെടിയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. ഇത് മജന്ത കളറുള്ള പൂക്കളുള്ളത് ലാവൻഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ലാവൻഡർ അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മുടെ ഇടത്തേക്ക് തിരിഞ്ഞു പോയാൽ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ശ്രീമുരുക എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ ഗ്രോസറി ഐറ്റംസ്, അതായത് പലചരക്ക് സാധനങ്ങളൊക്കെ അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. തമിഴ് വംശജരാണ് അത് നടത്തുന്നത്. അവിടെ മസാല ദോശയും അതുപോലെ ദോശ ഐറ്റംസ് എല്ലാം കിട്ടും. ഇനി നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റും. ഈ ജംഗ്ഷനിൽ ട്രാഫിക് തിരക്കുള്ളതുകൊണ്ട് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. സിഗ്നലൊക്കെ കൊടുത്ത് നമുക്ക് പെർമിഷൻ കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ അവിടെ ക്രോസ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുക. ഈ ഫുട്പാത്ത് കൂടെ ഇങ്ങോട്ട് നടക്കുക. ഞാൻ കുറച്ചുകൂടെ ചെന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. 2 ലൈനാണ്. ഈ 2 ലൈനും ക്രോസ് ചെയ്താലേ നമുക്ക് അപ്പുറത്തെ ഫുട്പാത്തിൽ എത്താൻ പറ്റുള്ളൂ. കേട്ടോ, നിരനിരയായി നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്.
വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ നിരന്തരമായ പരിപാലനം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ യാതൊരു കേടുപാടും ഇല്ലാതെ നിൽക്കാൻ കാരണം. നമ്മൾ പറഞ്ഞത് ലൈനായിട്ട് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. വളരെ ഭംഗിയുള്ളതായ വൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിക്കുക. ഇവിടെ അല്പം തണൽ കിട്ടുന്നുണ്ട്. വൃക്ഷങ്ങളുണ്ട്, തണലുണ്ട്. ഇത് മറ്റൊരു 2 ലൈൻ റോഡാണ്. ഫുട്പാത്ത് അങ്ങനെ നീണ്ടു കിടക്കുക. ഇത് ഫുട്പാത്തിൻ്റെ ഒരു ഓവർബ്രിഡ്ജാണ് കാണുന്നത്. വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിരത്ത് ഏതാണ്ട് ശൂന്യം. നമ്മൾ മറ്റൊരു സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. റെസിഡൻഷ്യൽ സ്ട്രീറ്റാണ്, മറ്റൊരു റെസിഡൻഷ്യൽ സ്ട്രീറ്റാണ്. ഇവിടെ നിരനിരയായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷ
ഫുട്പാത്തിൻ്റെ രണ്ട് സൈഡിലും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് ഗാർഡനുകളൊക്കെ പരിപാലിക്കുന്നത്, വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. എല്ലാ സ്ട്രീറ്റും ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. ഹാൽസ്യോൺബെർഗ്. ഇത് സ്പെല്ലിങ് BERWICK എന്നാണെങ്കിലും വായിക്കേണ്ടത് ബെർഗ് എന്നാണ്. അവിടെ നമ്മൾ ഈ W പ്രൊണൗൺസ് ചെയ്യുന്നില്ല, ബെർഗ് എന്നാണ് വായിക്കുക. നമ്മൾ വിചാരിക്കും ബെർവിക് എന്ന് വായിക്കണമെന്ന്, പക്ഷെ ഉച്ചരിക്കുന്നത് ബെർഗ് എന്നാണ്. ഈ ബെർഗ് ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്, മെൽബണിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ബെർഗ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു ഗാർഡനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഓരോ കിലോമീറ്റർ ചുറ്റളവിലും ഗാർഡനുണ്ട്, പാർക്കുണ്ട്. ഗാർഡൻ മീൻസ് പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കളിക്കാനുള്ളൊരു പാർക്കാണ്. നമ്മൾ ആ പാർക്കിൻ്റെ സൈഡ് വഴിയുള്ള ഫുട്പാത്ത് വഴിയാണ് ഇപ്പം നടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് കാണാം. ഇതെല്ലാം റെസിഡൻഷ്യൽ ഹൗസസാണ്. ഈ പാർക്കിൽ നമുക്ക് എക്സസൈസിനുള്ള ചില ഉപകരണങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. എങ്ങനെയാണത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോഡി ടെസ്റ്റ് എന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ ഫുഡ് ട്രസ്റ്റ് കയറി നിൽക്കുക, ഇതുപോലെ കയറി നിൽക്കണം. ഇത് ടെസ്റ്റ് ചെയ്യും. അല്പം അപകടകാര്യം കൊണ്ടാണ്. നമ്മുടെ ബാലൻസ് പോയാൽ നമ്മൾ താഴെ കിടക്കും. ഇങ്ങനെ കയറി നിന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ഇങ്ങനെ മൂവ് ചെയ്യാം. കാണാമോ എന്നറിയത്തില്ല, ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ് ബോഡി ട്വിസ്റ്റ് എന്നാണ് ഇതിന് പറയുക. ബോഡി ട്വിസ്റ്റ് എന്നല്ലോ. അപ്പോൾ ഞാനിത് ബോഡി ട്വിസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യണം.
കൈക്കുള്ള എക്സസൈസുകളായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെയുണ്ട്, ഇവിടെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് റിസ്റ്റിനൊക്കെ നല്ല ഒരു എക്സസൈസ് കിട്ടും. പ്രായമായിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് വേണം കരുതാൻ. ഇതുപോലെ നമുക്ക് 2 കൈ കൊണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കാം. റൊട്ടേറ്റ് ഈച്ച് ഹാൻഡ് 10 times ഇൻ ഈച്ച് ഡയറക്ഷൻ. ഓരോ പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം വീതം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചും റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സസൈസ്. മറ്റു എക്സസൈസാണ് ഇവിടെ സൈക്കിളാണ്. നമുക്ക് ഈ സൈക്കിളിൽ കയറി ഇരുന്ന് പെഡൽ ചവിട്ടാം. ഫിറ്റ് ഫോർ പാക്സ് എയറോബിക് സൈക്കിൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്കിളിൽ കയറണം. കണ്ടോ, അതുപോലെ സൈക്കിളിൽ കയറുക. സൈക്കിളിൽ കയറി ഇരിക്കണം. സൈക്കിളിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ സൈക്കിളിൽ കയറി സിറ്റ് ഓൺ സീറ്റ് ആൻഡ് പ്ലേസ് ഫീറ്റ് ഓൺ പെഡൽസ്. അപ്പോൾ സീറ്റിൽ കയറി ഇരുന്നിട്ട് പെഡലിൽ കാല് വയ്ക്കുക. സ്റ്റാർട്ട് പെഡലിങ്. എന്നിട്ട് നമ്മൾ ചവിട്ടുക. മെയിൻറ്റെയിൻ എ സ്മൂത്ത് ആൻഡ് ഈവൻ മൂവ്മെൻറ്റ്. നമ്മളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുക. ഫോർ എ ഗ്രേറ്റർ ചലഞ്ച് ഇൻക്രീസ് റേറ്റ് ഓഫ് മൂവ്മെൻറ്റ്. കൂടുതൽ ഫലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വളരെ സ്പീഡിലത് ചവിട്ടുക. 1 മുതൽ 5 മിനിറ്റ് വരെ ചവിട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം അത് ചവിട്ടി നോക്കുന്നില്ല. ഈ ഗ്രിപ്പിൽ ഇതുപോലെ പിടിക്കുക. അതിന് ശേഷം പുഷ് 1 foot ആൻഡ് ഹാൻഡ് ഫോർവേഡ് വൈൽ പുള്ളിങ് ദി അതർ ബൈക്ക്. നമ്മൾ ഒരു കാല് പുഷ് 1 foot ആൻഡ് ഹാൻഡ് ഫോർവേഡ് വൈൽ പുള്ളിങ് ദി അതർ ബൈക്ക്. ഒരു കൈയും ഒരു കാലും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോവുക. മറ്റേ കൈയും കാലും പിറകിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മെയിൻറ്റെയിൻ എ സ്മൂത്ത് ആൻഡ് ഈവൻ മൂവ്മെൻറ്റ്. ഫോർ എ ഗ്രേറ്റർ ചലഞ്ച് ഇൻക്രീസ് റേറ്റ് ഓഫ് മൂവ്മെൻറ്റ്. കൂടുതൽ എഫക്റ്റീവ് ആകുന്നതിന് വേണ്ടി നമ്മളിത് ആ ആക്ഷൻ സ്പീഡിൽ ചെയ്തിരിക്കുക. പടം നോക്കുമ്പോൾ അറിയാം, ആ പടത്തിൽ കാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇങ്ങനെ വെള്ളം കുടിക്കുക. അതുപോലെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇത് ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാനാണ്, എടുക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് കുപ്പിയിലൊക്കെ കളക്ട് ചെയ്യാം, റീഫിൽ ചെയ്യാം. അതാണ് ഇവിടെ ഇരിക്കുന്നത്, റീഫിൽ. ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിലേക്ക് ഇതാ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് വെള്ളം വരും. ഇത് നമുക്ക് കളക്ട് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. നമ്മുടെ ഗാർഡനകത്ത് പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ റോഡ് വഴി പോവുകയാണ്. ഗാർഡനാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നതാണ്. ഇനി മറ്റൊരു എക്യുപ്മെൻറ്റ്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സൈക്കിൾ റിപ്പയറിങ്ങിനുള്ള കിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ ധാരാളമായിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആവശ്യം വന്ന റിപ്പയറിംഗ് ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് എയർ അടിക്കുക, ബൈക്ക് റിപ്പയർ,
സ്റ്റേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുണ്ടോ, അവിടെ നമുക്ക് സൈക്കിൾ പമ്പുണ്ട്. ഈ സൈക്കിൾ പമ്പ് കാറ്റടിക്കാം, അതിന് മീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എയർ ചെക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒത്തിരി ടൂൾസൊക്കെ വെച്ചിട്ടുണ്ട്. സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ടൂൾസാണ്. ഉപയോഗം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ക്രൂ ഡ്രൈവറുണ്ട്, മറ്റെന്തോ സംവിധാനമൊക്കെ, സ്പാനറുണ്ട്. അതുപോലെ ഇത് സ്ക്രൂ ഡ്രൈവറാണ്. ഇത് അങ്ങനെ എന്തോ ഉള്ളൊരു സാധനമാണ്. ഇതാണ് സ്കൂട്ടറല്ല സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ഒരു സംവിധാനം. എല്ലാ ചെടിയുടെയും ചുവട്ടിൽ ഇതുപോലെ ഈ മരക്കഷ്ണങ്ങൾ എനിക്കത് തൊലിയാൻ തോന്നും, അത് കട്ട് ചെയ്ത് എല്ലാ ചെടികളുടെ ചുവട്ടിലിടാറുണ്ട്. ഇതൊക്കെ അറിയാം, ഇതെല്ലാം അങ്ങനെ ഇവിടെ ഇടാറുണ്ട്. നമ്മൾ പറയും ചെത്തുപൂളെന്നൊക്കെ പറയും. അങ്ങനെയുള്ളൊരു മരത്തിൻ്റെ സാധനമാണ്. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇതുപോലെ ഇങ്ങനെ പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനിടയുടെ എല്ലാം ഈ ചെത്തുപൂൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ചെടികളുടെയും വലിയ ചെടികളുടെയും ചുവട്ടിൽ ഇങ്ങനെ ഇടാറുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തോ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇത് റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളാണ്. ഇതൊരു ചെറിയ ജംഗ്ഷനാണ്. ഇതൊരു സ്ട്രീറ്റാണ്, ലെയിൻ അല്ലെങ്കിൽ ഒരു പോക്കറ്റ് റോഡ് എന്ന് പറയാം. പക്ഷെ ധാരാളം വീടുകൾ അതിൻ്റെ ഇരുവശങ്ങളിലുണ്ട്. ഇത് വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്, വളരെ നീളത്തിലുള്ളൊരു അപ്പാർട്ട്മെൻറ്റ്. പക്ഷേ 2 നിലയേ ഉള്ളൂ. 2 സ്റ്റോറിഡാണ്. ടെസ്ല വണ്ടിയാണെന്ന് വിചാരിച്ചു. അല്ല, ടെസ്ല അല്ലായിരുന്നു.
നമ്മുടെ നാട്ടിലെ പോലെ ചുവന്ന കളറുള്ള ഓടാണ് ആ വീടിന് മുകളിൽ കാണുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഇവിടെ റെഡ് കളറുള്ള വീടിൻ്റെ ടോപ്പ് കാണുന്നത്. ചെറിയ വീടൊന്നുമല്ല, വിശാലമായ വീട് തന്നെയാണ്. ഒരു നിരയേ ഉള്ളൂ എന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.